നല്ല മഴയുള്ളൊരു ദിവസം. അയാളിങ്ങനെ നീണ്ട കിലോമീറ്ററുകൾ, ഒരു വണ്ടിയും കിട്ടാനില്ല, നനഞ്ഞ് തളർന്ന് അവശനായി അയാൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അയാളുടെ ബാഗിനുള്ളിൽ ഒരു കുടയുണ്ട്. അയാളത് അറിഞ്ഞിട്ടില്ല. ഇയാളുടെ ഒരവസ്ഥ എന്താണ്? നല്ല ശ്വാസമുട്ടിൻ്റെ അസുഖമുള്ള ആളാണ്. അയാൾക്ക് വലിക്കാനുള്ള ഇൻഹീലർ അയാളുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ അയാളത് കണ്ടിരുന്നില്ല. അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? സ്വന്തമായി താമസിക്കാനൊരു വീടുണ്ട്. പക്ഷെ അത് തൻ്റെ വീടാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അയാൾ തെരുവിൽ ഉറങ്ങുകയാണ്. അയാളുടെ ഒരു സ്ഥിതി എന്തായിരിക്കും? ഇതുപോലെയാണ് പലപ്പോഴും നമസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ള ചില വലിയ മഹത്വങ്ങളും ചില വലിയ കാര്യങ്ങളുമുണ്ട്. അത് ആ ബോധ്യത്തോടെയല്ല നമ്മൾ പലപ്പോഴും നിർവഹിക്കാറുള്ളത്. പൊതുവേ നമ്മൾ പറയും ഞാൻ നല്ല ടൈറ്റാണ് എന്ന വാക്ക് ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. സാമ്പത്തികമായി വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് പൊതുവേ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ. കഴിഞ്ഞ ദിവസം ഒരു നീണ്ട ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ വായിച്ചു. ഒരു മനുഷ്യൻ്റെതാണ്. നിത്യവൃത്തി ചെയ്ത് ജീവിക്കേണ്ട ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് വാടക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ചില അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഇങ്ങനെ പൊതുവെ വലിയ പ്രാരാബ്ധക്കാരനാണ്, പ്രശ്നക്കാരനാണ്. ഞാൻ പറയുന്നത്, ഒരു വ്യക്തി അയാളുടെ വിഷയം തുറന്നു സംസാരിച്ചു. നമുക്കൊക്കെ അഭിമാന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സംസാരിക്കുന്നുണ്ടാകില്ല. യഥാർത്ഥത്തിൽ നമസ്കാരം എന്നത് ഒരു വ്യക്തിയുടെ ആത്മീയവും ബൗദ്ധികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടി കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു കർമ്മമാണ്. നമസ്കാരത്തെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രയോറിറ്റിയിൽ, അങ്ങനത്തെ ഒരു പ്രാധാന്യത്തിൽ എടുക്കാറുണ്ടോ എന്നുള്ളതാണ്. ഫർളായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഓടിക്കയറി വന്ന് അതാണ് ചെയ്ത് തീർത്ത് പോകുക. അല്ലെങ്കിൽ മനസ്സിനൊരു കുത്തുണ്ട്, അതൊരു ഫർളായ കാര്യമാണെന്നുള്ളതുകൊണ്ടൊരു കുത്തുണ്ട്, അല്ലേ? പക്ഷെ അതിൻ്റെ അപ്പുറം അതിനൊരു സൗന്ദര്യമുണ്ട്. നമസ്കാരത്തിനൊരു ആത്മാവുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. മഹാപണ്ഡിതന്മാരൊക്കെ അവർക്ക് മഹാരോഗങ്ങളൊക്കെ വന്നപ്പോൾ ആ രോഗത്തിൻ്റെ ചികിത്സയിൽ അവർ കാല് മുറിച്ച് നീക്കലൊക്കെ സർജറിയുടെ ആധുനിക കാലത്തിൻ്റെ സങ്കേതങ്ങളൊന്നും ഉപയോഗിക്കാത്തൊരു കാലത്ത് ചിലരൊക്കെ നിർദ്ദേശിച്ചത് എന്താണ്? ചിലരൊക്കെ നിർദ്ദേശിച്ചത്, ഞാനിങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് മുറിച്ച് നീക്കാം, പിന്നെ ഞാനത് അറിയില്ല എന്നാണ്. അപ്പം നമസ്കാരം എന്നത് ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന, ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാക്കി തരുന്ന ഒന്നാണ്. പക്ഷേ അതിനെ അങ്ങനെ തന്നെ അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയോ നിർവഹിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അല്ലേ? ഒരു ഒടിഞ്ഞു തൂങ്ങി വളരെ അലസമായി അശ്രദ്ധമായിട്ടാണോ നമ്മൾ നമസ്കരിക്കാറുള്ളത്? അങ്ങനെയാണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ, എന്നെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്, ആലോചിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിഷയം നമ്മൾ കേൾക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാണ്, വഅ്മുർ അഹ്ലക ബിസ്വലാത്തി, നീ നിന്റെ അഹ്ലിനോട്, നിന്റെ കുടുംബത്തോട് നീ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, നീ അതിൽ ക്ഷമ അവലംബിക്കണം. വീട്ടിലുള്ള എല്ലാവരെയും കൂടി നിസ്കരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. പ്രത്യേകിച്ച് മക്കളെയൊക്കെ നിസ്കരിപ്പിക്കൽ ഒരു പണിയാണ്. ഒരുപാട് വട്ടം പറഞ്ഞാലേ നിസ്കരിക്കുള്ളൂ. അതുകൊണ്ട് വസ്തബിർ അലൈഹ, ക്ഷമാപൂർവം നീ ആ കാര്യം നിർവഹിക്കണം. ആ നമസ്കാരത്തിൽ നിന്ന് ഉള്ള ആത്മീയ ഗുണം ഉൾക്കൊണ്ട് നിനക്ക് ക്ഷമാലുവാകാൻ പറ്റണം. ലാ നസ്അലുക റിസ്ഖ, എന്നിട്ട് പടച്ചോൻ പറയാം, നിന്നോട് ഞാൻ ചെലവൊന്നും ചോദിക്കണില്ല, നിസ്കരിക്കണമെന്നേ പറയുന്നുള്ളൂ. നഹ്നു നർസുഖുക്, നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് ഞാനാണ്. വൽആഖിബത്തു ലിത്തഖ്വ, യഥാർത്ഥ പര്യവസാനം തഖ്വക്കാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായി വായിക്കുന്നു, നമസ്കാരത്തെയും റിസ്ഖിനെയും ബന്ധിപ്പിച്ചിട്ടാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നിസ്കരിച്ചോളൂ, റിസ്ഖ് നമ്മൾ തരുന്നതാണ്. നിങ്ങൾ നമസ്കരിച്ചോളൂ. നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ റിസ്ഖ് വൽആഖിബത്തു ലിത്തഖ്വ, തഖ്വയാർന്ന ആരാധനകൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, നമസ്കാരങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ട് എന്നാണ്. അപ്പൊ പലപ്പോഴും ഇതൊക്കെ വളരെ പെർഫെക്റ്റായി ചെയ്യുന്നതിൽ നമുക്കുള്ള തടസ്സം എന്താണ്?
നമുക്ക് ഇത് വളരെ കൃത്യമായി ചെയ്യുന്നതിൽ നമുക്കുള്ള തടസ്സം: ഒന്ന്, അത് ജമാഅത്തായി നിർവഹിക്കുക; രണ്ട്, നിർദ്ദേശിക്കപ്പെട്ട എല്ലാ തത്വങ്ങളും പാലിച്ച് നിർവഹിക്കുക. ഇതിൻ്റെയൊക്കെ തടസ്സം എന്താ? നമ്മളെ ദുന്യാവാണ് തടസ്സം, അല്ലേ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ എത്ര വിദ്യാസമ്പന്നരായിരിക്കും, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മളെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് വിവരം ഉണ്ടാകും. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഓരോ സ്ഥലത്ത് റിസൾട്ട് കൊടുത്ത വോട്ടും കണക്കും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. എന്നാൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെറിയ വാക്കാണ്, എത്രയോ കൊല്ലായി പറയുന്നുണ്ട്, അല്ലെ? എത്രയോ കൊല്ലായി പറയുന്നുണ്ട് അത്തഹിയ്യാതു ലില്ലാഹ്. നമ്മൾ അത്തഹിയ്യാത്ത് തുടങ്ങണം. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? അല്ലേ? അല്ലാഹുമ്മ ഗുഫിർലി, അല്ലാഹുമ്മ ഗുഫിർലി എന്നുള്ളതിന്റെ അർത്ഥം ചിലപ്പോൾ അറിയണ്ടാവും. അതിന്റെ ബാക്കിയോ? ദിക്റുകൾ, നിസ്കാരത്തിൽ തന്നെ പ്രാരംഭ പ്രാർത്ഥന എന്നുള്ളവർക്ക് 10-ലധികം അദ്കാറുകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വജ്ജഹത്തു വജ്ഹില്ലദി ഫത്തറസ് സമാവാതി വൽ അർദ് അവിടെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രവാചകൻ തന്റെ സുന്നത്ത് നമസ്കാരങ്ങളിലാണ് പൊതുവെ അത് പാരായണം ചെയ്തത്, അത് ചൊല്ലിയത്. രാത്രി നിസ്കാരത്തിൽ അല്ലാഹുമ്മ റബ്ബ ജബറായീല വ മീകാഈൽ എന്ന് തുടങ്ങുന്ന ദുആയാണ് ചൊല്ലിയത്. ഫർള് നമസ്കാരങ്ങളിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്വായായ കമാ യുനഖ്ഖ ഥൗബുൽ അബ്യദു മിനദ് ദനസ്. ഈ ദിക്ർ ഏതൊരാൾ ചെല്ലണണ്ടപ്പോ മറ്റേയാൾ തിരുത്തി എന്ന് പറഞ്ഞു, അത് മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദിക്റാണ്. നീ എന്താ മയ്യിത്ത് നിസ്കാരത്തിലെ ദിക്ർ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചൊല്ലണമെന്ന് ചോദിച്ചു എന്നാണ് തമാശ. ഞാൻ പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങൾ പോലും നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടോ എന്നത് ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതിന്റെ ഒക്കെ തടസ്സം എന്താ? ഇതിരുന്ന് പഠിക്കാനുള്ള തടസ്സം എന്താ? ഇതിരുന്ന് പഠിക്കാനുള്ള തടസ്സം ദുന്യാവ്, അല്ലെ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹ് പറയുന്നു, ഖുദ്സി ഹദീസാണ്, യബ്ന ആദം, ആദം സന്തതി, തഫറഗ ലിഇബാദതി, നിങ്ങൾ എനിക്ക് ആരാധന നിർവഹിക്കാനുള്ള സമയം ഉണ്ടാക്കണം. സമയം നോർമലി ഉണ്ടാകൂല. ദുന്യാവിലേക്കാണ് കയറിയാല് കച്ചവടവും ബിസിനസ്സും കുടുംബവും പിന്നെ കല്യാണവും സൽക്കാരവും ഇതിലേക്കാണ് കയറിയാലും ഉണ്ടാവില്ല. കല്യാണമാണെങ്കിൽ കല്യാണത്തിന്റെ അന്ന് ആ ലൊഹ്റ് സ്വല ഫർളായ നിലക്ക് ജമാഅത്തായി കിട്ടണമെങ്കിൽ പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും, എന്നാലേ കിട്ടുള്ളൂ. അല്ലേ കിട്ടൂല. അല്ലെ കല്യാണം എന്നുള്ളൊരു ഒഴിവ് അവിടെ ഉണ്ടാവും. അടുത്ത ദിവസം പാർട്ടി പ്രവർത്തനം എന്നുള്ള ഒഴിവായിക്കാരം, അതിന്റെ അടുത്ത ദിവസം വേറൊരു ഒഴിവായിരിക്കും, അല്ലേ? അങ്ങനെ 100 ഒഴിവുകളിലായിരിക്കും ജീവിക്കുക. അതുകൊണ്ട് പറയാണ് തഫറഖ ലിഇബാദതി, നിങ്ങൾ എനിക്ക് ആരാധന നിർവഹിക്കാനുള്ള സമയമുണ്ടാക്കണം. ഇപ്പൊ 2 ഓഫറാ പഠിച്ചു തരുന്നത്. ശരിക്ക് കാതു കൂർപ്പിച്ച് കേട്ടോളി. ഇത് മാത്രം കേട്ടാലും ഇന്നത്തെ ഖുത്ബന്റെ മർമ്മം കിട്ടി. ഈ ഹദീസിലെ ഈ വാചകം മാത്രം കേട്ടാലും ഇന്നത്തെ ഖുത്ബന്റെ പിന്നെ വിശദാംശം കിട്ടി, ചുരുക്കം കിട്ടി. പിന്നെ വിശദാംശം ഞാൻ പറഞ്ഞുള്ളൂ. 2 ഓഫറാ പഠിച്ചോ പറഞ്ഞത്. അംല സ്വദറക ഗിനൻ, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം ഇട്ടു തരും. നീ സമയമുണ്ടാക്കി ആരാധനക്കും അനുഷ്ഠാനങ്ങൾക്കും ദഅവത്തിനും പള്ളി സംരക്ഷണത്തിനും ദീനീ പ്രവർത്തനത്തിനൊക്കെ നീ സമയം ഉണ്ടാക്കി ഇടപെട്ടാൽ, നോർമലി ഉണ്ടാവില്ല. രാവിലെ 8 മണിക്ക് കട തുറന്ന രാത്രി 9 മണിക്കാണ് അടക്കുക എന്നുള്ള ഒറ്റ വാചകത്തുമേ എല്ലാറ്റിന്നും ഒഴിവാണ്. നാട്ടിലെ പാലിയേറ്റീവ് പ്രവർത്തനം വേണ്ട, കുടുംബ സന്ദർശനം വേണ്ട, അയൽപക്ക ബന്ധം വേണ്ട, സാമൂഹ്യ ബന്ധം വേണ്ട, അള്ളാഹുവായിട്ടുള്ള ബന്ധം വേണ്ട, ഒന്നും വേണ്ട. രാവിലെ ഞാൻ 9 മണിക്ക് ഓഫീസ് കയറിയാൽ പിന്നെ ഭയങ്കര ബിസിയാണെന്നുള്ള ഒറ്റ വാചകത്തുമേ എല്ലാറ്റിന്നും കഴിച്ചിലാകാം. അതിനാണ് പടച്ചോൻ പറഞ്ഞത് എന്താ? നീ സമയം ഉണ്ടാക്കണം. ഉണ്ടാക്കിയ 2 ഓഫറാ. ഒന്ന്, അംല സ്വദറക ഗിനൻ, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം ഇട്ടുതരും. എന്താണ് അത് സംഭവം? ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടുതരാറിന് എന്താണ്? ഹൃദയത്തിൽ ഐശ്വര്യം കിട്ടാത്ത സഹോദരന്മാരെ വേറെ എന്ത് ലോകത്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, സമാധാനം. അത് കെട്ടുകഴിഞ്ഞാൽ പിന്നെ എത്ര നല്ല ബെഡിലാണെങ്കിലും എത്ര പിന്നെ വലിയ 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിലും ഉറക്കം വരൂല, തിരിഞ്ഞു മറിഞ്ഞും കിടക്കും. ജീവിതം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും, അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അക്കൗണ്ടിലെ പൈസ 1 ഉറുപ്യ കൊണ്ട് കാര്യം ഉണ്ടാവില്ല, വലിയ പൈസ ഉണ്ടാവും, അല്ലേ? ഞാനിവിടെ പങ്കുവെച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. എൻ്റെ മദർ-ഇൻ-ലോന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ VR ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു ഫാമിലിനെ കണ്ടു. ഒരു ഉമ്മ ഉണ്ട്, അവരിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ മക്കളൊക്കെ 2-3 മക്കളുണ്ട്. അവരിങ്ങനെ വളരെ അസ്വസ്ഥരാണ്, അവരിങ്ങനെ വിഷമിച്ച് കരയുന്നുണ്ട്. അപ്പം എന്താരോ, അവർക്ക് ചികിത്സ അല്ല, 4th സ്റ്റേജ് ക്യാൻസറാണ്. അപ്പം അയാൾ പറയാം, ഇതിലുള്ള പൈസ ഫുള്ള് ഇവിടെ ചികിത്സിക്കാനുള്ളതാണ് മൗലവി, ഇതിലുള്ള പൈസ ഫുള്ള് ഇവിടെ ചികിത്സിക്കാനുള്ളതാ, അല്ലേ? എന്നാ തൊട്ട് 1 മണിക്കൂർ മുമ്പ് ഞാൻ കണ്ട ഒരു സുഹൃത്ത്, അയാളുടെ കുഞ്ഞിനെ ചികിത്സിക്കാൻ 56 ലക്ഷം റുപ്യ 58 ലക്ഷം റുപ്യ വേണം. അയാളുടെ അടുത്ത് പൈസ അല്ല, ചികിത്സിക്കാൻ അയാൾക്ക് വകുപ്പുണ്ട്.
ഞാൻ പറയണത് പണം എന്ന് പറയണതോ, സ്വാധീനം എന്ന് പറയണതോ, അധികാരം എന്ന് പറയണതോ, സമ്പത്ത് എന്ന് പറയണതോ, മക്കൾ എന്ന് പറയണമെന്നല്ല ഏറ്റവും വലിയ കാര്യം. നഫ്സ്, ഹൃദയത്തിന്റെ സംതൃപ്തിയും ആശ്വാസവും. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കി, നമുക്ക് നമ്മളെ മക്കളെങ്ങനെ നോക്കുമ്പോൾ തോന്നാണ്, എൻ്റെ കുട്ടികളെന്താ അങ്ങനെ, ഒക്കെ കറുത്തിട്ടാണല്ലോ, അവന്റെ ഫേസ് എന്താ അങ്ങനെ. അല്ലെ നമ്മളെ ഭാര്യനെ എങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നാണ്, എന്താ പോലെ കോലം അല്ലെ. നേരെ മറിച്ച് എത്ര പ്രായമാണെങ്കിലും നമ്മളെ ഭാര്യനെ നോക്കുമ്പോ, അവളെ കവിള് കാണുമ്പോ, അവളെ ശരീരം കാണുമ്പോ, അവളൊന്നിച്ച് ഉറങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു റാഹത്ത്, അതിലേറെ വലിയ ഗിഫ്റ്റ് എന്താ സഹോദരന്മാരെ ലോകത്ത്? അവരെത്ര രോഗിയായിക്കോട്ടെ, അവരെത്ര ഒരു പോങ്ങ മരുന്ന് കുടിക്കുന്ന ആളായിക്കോട്ടെ, അവരെന്തോ ആയിക്കോട്ടെ, കാണാനൊരു ഭംഗിയില്ലാതിരുന്നോട്ടെ, അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഹൃദയത്തിൽ പടച്ചോൻ തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. സ്വന്തം ഇണയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സമ്പാദ്യത്തെക്കുറിച്ച്. ഒരു വീട് കഷ്ടപ്പെട്ടുണ്ടാക്കി, ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ തോന്നാം, ഈ ജനൽ ഇവിടെ അല്ല വേണ്ടീന്, ഈ മെറ്റീരിയലെല്ലാം ഉപയോഗിക്കേണ്ടത്. ഇത് കാണുമ്പോഴൊക്കെ പിന്നെ നമുക്ക് അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ട് പടച്ചോൻ പറയാ, നീ ദീനിന് വേണ്ടി സമയം ഉണ്ടാക്കി, ആരാധനയ്ക്ക് വേണ്ടി സമയം ഉണ്ടാക്കി, അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി സമയം ഉണ്ടാക്കി, നമസ്കാരത്തിന് വേണ്ടി സമയം ഉണ്ടാക്കി, നീ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ട് തരും, ഒരു സംതൃപ്തി ഉണ്ടാവും എങ്ങനെ നോക്കിയാലും. മറ്റത് എത്ര ഓടിയാലും എവിടെ എത്തൂല. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? വാസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയും. നീ ദരിദ്രനാകണത് ഞാൻ തടയും. എത്ര വലിയ കോടീശ്വരനായിക്കോട്ടെ, അയാൾക്ക് വരുന്ന ഒരു രോഗത്തിന്റെ ഒരു ഇഞ്ചക്ഷന്റെ പൈസ അയാളുടെ ചിലപ്പോൾ ഉണ്ടാവില്ല, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അല്ലേ. നമ്മൾ തന്നെ ഇപ്പോ പിരിവെടുത്ത് ഒരു കുട്ടിയുടെ ട്രീറ്റ്മെന്റിനും ചികിത്സക്കൊക്കെ വേണ്ടി നടത്തിയ ഇടപെടലുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. വളരെ എന്താ പറയാ, ഒരു ജനറ്റിക്കൽ ഡിസീസ്, ഒരു പാരമ്പര്യമായി കൈമാറി കിട്ടുന്ന ഒരു രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട്. അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ, അത്രേ ഉള്ളൂ. ഏറ്റവും വലിയ സമ്പാദ്യം ഇല്ലാതാകാൻ ചിലപ്പോൾ ഒരു കാറ്റുകൊണ്ട് തീർന്നതേ ഉണ്ടാവുള്ളൂ, ഒരു തീപിടുത്തം കൊണ്ട് അവസാനിക്കേണ്ടതേ ഉണ്ടാവുള്ളൂ. അപ്പോ അസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയും. എന്നിട്ട് പടച്ചോൻ പറയാ, ഇല്ല, ഇനി നീ അതിന് തയ്യാറല്ലെങ്കിൽ, നിനക്കങ്ങനെ ദീനിയായ ഒരു ജീവിതമോ നിഷ്ഠയോ അനുഷ്ഠാനമോ ഒന്നും നിനക്ക് പറ്റില്ലെങ്കിൽ, അതൊക്കെ ശുഗലൻ, നിനക്ക് ഞാൻ ശുഗല് തരും, ഇഷ്ടം പോലെ നിനക്ക് പണി തരും. നീ ആകെ പണിയെടുക്കും. രാവിലെ 8 മണിക്ക് നീ ഇറങ്ങും, രാത്രി 10 മണിക്ക് നീ പണി എടുത്ത് കയറും. എന്നാലും നിന്റെ ആവശ്യം തീരൂല, നിന്റെ പ്രശ്നം തീരൂല. നിനക്ക് ഞാൻ പണി തരും തന്നെയാണ് പടച്ചോന്റെ പ്രയോഗം കേട്ടോ. നീ എങ്ങനെയൊക്കെ എന്തൊക്കെ കാട്ടിയാലും, നീ ഡബിൾ ഡ്യൂട്ടി എടുത്തു, ട്രിപ്പിൾ ഡ്യൂട്ടി എടുത്തു, അവിടെ ബിസിനസ്സിലിട്ടു, ഇവിടെ ബിസിനസ്സിലിട്ടു, ഒന്നും എവിടെ എത്തൂല, ഒന്നും എവിടെ എത്തൂല. നീ അള്ളാനെ സൂക്ഷിക്കുന്ന ആളാണ്, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യം, ഞാൻ നിനക്ക് ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ട് തരും, ഞാൻ നിന്റെ ദാരിദ്ര്യം തടയും. ഇല്ലെങ്കിലോ നിനക്ക് ഞാൻ പണി തരും. വലാസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയില്ല, നീ ഇറങ്ങി തടയേണ്ടി വരും. നിന്റെ വിഷമവും നിന്റെ കടവും നിന്റെ പ്രശ്നവും നീയായിട്ട് തീർക്കാൻ നോക്കേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദുനിയാവാകരുതൊരു വ്യക്തിയുടെ മുഖ്യ അജണ്ട എന്നാണ്. നമ്മളൊക്കെ ഒന്ന് സെൽഫ് ഇവാലുവേഷൻ, വ്യക്തിപരമായ ആത്മപരിശോധന നടത്തേണ്ട ഒരു മേഖലയാണ്. മൻ കാനത്തി ദുനിയ ഹമ്മഹു, ഒരാളുടെ മുഖ്യ ലക്ഷ്യം പരലോകമാണെങ്കിൽ, മൻ കാനത്തി ദുനിയ, ഒരാളുടെ മുഖ്യ ലക്ഷ്യം ഇഹലോകമാണെങ്കിൽ, ഫറഖല്ലാഹു അലൈഹി അംറഹു, അവന്റെ കാര്യമൊക്കെ പടച്ചോൻ പൊളിച്ചു കൊടുക്കും. ഫറഖാർന നടുക്കൺ മുറിക്കണീന പറയാം, പടച്ചോൻ അത് പൊളിച്ചു കൊടുക്കും. വജഅല ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ നിന്ന് ദാരിദ്ര്യം ഒരിക്കലും പോകൂല കേട്ടോ. വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ കുതിബ ലഹു. എന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കുട്ടിയാലും പടച്ചോൻ നിശ്ചയിച്ചൊരു സംഭവം അല്ലാതെ അവനൊന്നും കിട്ടൂല. അപ്പൊ അവൻ ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ എല്ലാതും എന്തിനാ? ആകെ അവന്റെ മുന്നിൽ അവന്റെ കട മാത്രമേ ഉള്ളൂ, അവന്റെ ബിസിനസ് മാത്രമേ ഉള്ളൂ, അവന്റെ എന്താ പറയാ ജോലി മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്ത് രാവിലെ ഒരു അലാം ക്ലോക്ക് അടിക്കണില്ല സുബഹി സ്വലക്ക് വേണ്ടിയിട്ട്. അവനൊരു ദിക്ർ ചൊല്ലാൻ നേരല്ല, ഒരു പേജ് ഖുർആൻ ഓതാൻ അവന് സമയമല്ല, അവന്റെ ജീവിതത്തിലെ ഹറാമുകളെ എടുത്തൊഴിവാക്കാൻ അവന് പറ്റണില്ല. അവന് ഫാഷനും ട്രെൻഡും ആഘോഷവും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവൻ്റെതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവന്റെ പ്ലാനൊക്കെ ഞാൻ പൊളിച്ചു കൊടുക്കും. എന്നാലോ ഒമൻ കാനത്തിൽ ആഖിറത്തു നിയ്യതഹു, ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ, ജമഅ അല്ലാഹു ലഹു അംറഹു, അള്ളാഹു അവന്റെ പ്ലാനൊക്കെ അവന് കൃത്യമാക്കി കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന് ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ട് കൊടുക്കും. വഅതതുഹു ദുനിയ വഹിയ റാഗിമ, അവൻ ആവശ്യമുള്ളത്ര പരലോക ദുനിയാവ് അവൻ അള്ളാഹു കൊടുക്കുകയും ചെയ്യും. അവൻ എത്രയാണോ ആവശ്യമുള്ള അത്ര ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ അസ്ല് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ജോലിയും ബിസിനസ്സും തിരക്കും കടവും കള്ളിയും കച്ചവടവും പറഞ്ഞിട്ട്
നമുക്ക് അടിസ്ഥാനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ നിസ്കാരം എന്നുള്ളത് അവരുടെ അടിസ്ഥാനം. നിസ്കാരമല്ലെങ്കിൽ പേരുകൊണ്ട് ആധാർ കാർഡിൽ പേരുണ്ടായിട്ട് ഒരു കാര്യമല്ല. അവൻ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗം അല്ല. നിസ്കാരം എപ്പോഴെങ്കിലും നിർവഹിക്കലല്ല, എല്ലാം കൂടി കൂട്ടിയിട്ട് ഒറ്റ ഫയലാക്കിയിട്ട് പടച്ചോന് കൊടുക്കലല്ല. മറിച്ച് അതിന് സമയമുണ്ട്, ആ സമയത്ത് നിർവഹിക്കണം. ആ സമയത്ത് അത് നിർവഹിക്കണില്ല, കളിയും പിന്നെ സ്പോർട്സും ഗെയിംസും കച്ചവടവും ഗെയിമും ഇങ്ങനെ അതിമങ്ങനെ പോവാണ്. ചെറുപ്പക്കാർ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാണ് കേട്ടോ, അതിമങ്ങനെ പോവുകയാണ്. നമസ്കാരം എപ്പോഴെങ്കിലുമൊക്കെ നിർവഹിക്കുന്ന ആളാണ്, അത് പടച്ചെടുക്കൂല, ഒരു സംശയം വേണ്ട. നമുക്ക് തോന്നുമ്പോ ഇങ്ങനെ നിർവഹിക്കുക, അതല്ല. അതിന് പടച്ചോ നിശ്ചയിച്ചൊരു സമയമുണ്ട്. അവല് വക്തിൽ നിസ്കരിക്കുന്നത് പടച്ചോൻ എടുക്കും, വക്ത് തെറ്റിയത് പിന്നെ പടച്ചോൻ ഉദ്ദേശിച്ചാൽ എടുക്കുന്ന ഹദീസിലുള്ളത്. അതുകൊണ്ട് തന്നെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്തിരുന്നത്? കാനു യബീഊന വയശ്തറൂൻ, അവർ കച്ചവടമൊക്കെ നിർവഹിക്കാറുണ്ടായിരുന്നു, വാങ്ങാറുണ്ടായിരുന്നു, കൊടുക്കാറുണ്ടായിരുന്നു. വലാകിൻ കാന അഹദുഹും ഇദാ സമിഅ നിദാ, പക്ഷേ അവർ ബാങ്ക് കേട്ടാൽ വൽ മീസാനു ഫി യദിഹി, അവര് ത്രാസ് അവരുടെ കയ്യിലുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? ആ ത്രാസ് അവരവിടെ വെക്കും. ഖഫലഹു, അതവിടെ വെക്കും. അഖ്ബല ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതാണ്. അത്ര കണിശായിരുന്നു. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിന്റെ അസ്ർ സ്വല പോയപ്പോ അദ്ദേഹം ആ തോട്ടം തന്നെ വേണ്ടെന്ന് വെച്ചു എന്നാണ്. നമ്മളെന്താ പറയാ, അതൊക്കെ കുറച്ച് ഏറെയാണ് അല്ലേ? അത് ഈമാനിന്റെ ലെവൽ അനുസരിച്ചാണ്. നമ്മുടെ ഈമാനിന്റെ ലെവൽ അനുസരിച്ചാണ് നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകുക. നമ്മുടെ ഈമാനിന്റെ ലെവൽ അനുസരിച്ചാണ് പടച്ചോന്റെ അടുത്ത് നമുക്കുള്ള സംരക്ഷണവും ഉണ്ടാകുക. ഇനി നോക്കൂ നിങ്ങൾ, ഒരാൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണില്ലെങ്കിൽ, മല്ലം യുഹാഫിൽ അലൈഹ, നിസ്കാരം ഒരാൾ ശ്രദ്ധിക്കണില്ലെങ്കിൽ ലം തകുൻ ലഹു നൂറുൻ, അവൻ അള്ളാഹു കൊടുക്കുന്ന ഒരു വെളിച്ചം ഉണ്ടാകും, ആ വെളിച്ചം കിട്ടൂല കേട്ടോ. വല ബുർഹാൻ, ബുർഹാൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം. വല നജാത്ത്, അവന് വിജയം ഉണ്ടാകൂല. ഏറ്റവും വലിയ കാര്യമാണ് ഫുർഖാൻ ബുർഹാൻ എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യം ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിൽ പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാണ്, അപ്പൊ നമ്മളതിനെ കുറിച്ച് ഇങ്ങനെ 2 റകഅത്ത് ഇസ്തിഖാറൊക്കെ നിസ്കരിച്ചെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും, അത് വേണ്ട. എന്താ? അത് പടച്ചോൻ തരുന്ന ഒരു ബുർഹാനാണ്, അത് പടച്ചോൻ തരുന്ന ഒരു ഫുർഖാനാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഏതിലെ പോകണം, ഏതിലെ പോകണ്ട, എന്താകണം, എന്താകണ്ട എന്നതിന് വെളിച്ചം പകരുന്ന, നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമുക്ക് ഇരുട്ടിൽ വെളിച്ചം പകരുന്നതാണെങ്കിൽ അതുപോലെ വെളിച്ചം നൽകേണ്ടുന്ന ഒന്നാണ് ഇത് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാ, താരിഖുൽ മുഹാഫളാത്തി അല സ്വലാത്ത്, നിസ്കാരത്തിൽ സൂക്ഷിക്കാത്ത ആള് ഇമ്മാ യശ്ഗലുഹു മാലുഹു, അവന്റെ സമ്പത്തായിരിക്കും ചിലപ്പോ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിന്ന് അവനെ തെറ്റിക്കുന്നത്. ഓ മുൽക്കുഹു, അല്ലെങ്കിൽ അവന്റെ അധികാരമായിരിക്കും. അവൻ എന്തിൻ്റെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാവുമ്പോ ഈ സ്ഥാനത്തിരിക്കുന്ന ആള് ആകെ പാഞ്ഞിട്ട് അയാൾക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഔ റിയാസത്തുഹു, അല്ലെങ്കിൽ അവന്റെ നേതൃത്വമായിരിക്കും. ഔ തിജാറത്തുഹു, അല്ലെങ്കിൽ അവന്റെ കച്ചവടമായിരിക്കും അവനെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിന്ന് തെറ്റിക്കുന്നത്. ഫമൻ ശഗലഹു അൻഹാ മാലുഹു, ഇനി കേട്ടോളി. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഉദാഹരണ സഹിതം പറയാ, ഫമൻ ശഗലഹു അൻഹു മാലുഹു, ഒരാളുടെ സമ്പത്താണ് അയാളെ ശരിക്കും നിസ്കരിക്കണേ, നോമ്പെടുക്കണേ, കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാകുന്നതിൽ നിന്ന് തടയുന്നതെങ്കിൽ, അല്ലെ സാധുക്കൾ ഉണ്ടാവും, വലിയ പൈസയും കാര്യമൊന്നും ഉണ്ടാവില്ലെങ്കിലും ഓരൽപ്പാടെ അവല് ഭക്തനവിടെ വന്നിരുന്ന് നിസ്കരിച്ചൊക്കെ പോണുണ്ടാവും. അങ്ങനത്തെ ഒരാളാവാൻ ഇയാൾക്കുള്ള തടസ്സം എന്താ? അങ്ങനത്തെ ഒരാളാകാൻ ഇയാൾക്കുള്ള തടസ്സം എന്താ? ഇയാളുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ആ പൈസ കൊണ്ടുള്ള ഇഷ്ടം പോലെ ഏർപ്പാടുണ്ട്. ആ ഏർപ്പാടാണ് അയാൾ അതിൽ നിന്ന് തടയുന്നതെങ്കിൽ ഫഹുമ ഖാറൂൻ, അവൻ ഖാറൂന്റെ കൂടെയായിരിക്കും നരകത്തിൽ. വമൻ ശഗലഹു അൻഹു മുൽക്കുഹു, അയാളുടെ അധികാരമാണ് തടസ്സമെങ്കിൽ ഫഹുമ ഫിർഔൻ, ഫിർഔനിന്റെ കൂടെയായിരിക്കും. വമൻ ശഗലഹു അൻഹു റിയാസത്തുൻ വവിസാറത്തുൻ മഅ ഫഹുമ ഹാമാൻ, അയാൾ ഹാമാന്റെ കൂടെയായിരിക്കും. അയാളുടെ എന്തെങ്കിലും നേതൃത്വമോ പദവിയോ ആണ് അയാളെ തടയുന്നതെങ്കിൽ വമൻ ശഗലതുഹു അൻഹു അൻഹ തിജാറത്തുഹു, നിസ്കാരത്തിൽ നിന്ന് തടയുന്ന ഘടകം അവന്റെ കച്ചവടമാണെങ്കിൽ ഫഹുമ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന പ്രവാചകന്റെ ശത്രുവിന്റെ കൂടെയായിരിക്കും എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു വിഷയത്തെ അങ്ങനെ തന്നെ കാണണം. നമസ്കാരം എന്ന് പറയുന്നത് കൃത്യമായൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബ്നുൽ ഖയ്യിം തുടരുകയാണ്, ഫസ്വലാത്തു മിൻ അക്ബരിൽ ഔനി അലാ തഹ്സീലി മസാലിഹി ദുനിയ വൽ ആഖിറ, നിസ്കാരം എന്ന് പറയുന്നത് ദുന്യാവിന്റെയും പരലോകത്തിന്റെയും ഗുണം ഒരു വ്യക്തിക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതാ ഞാൻ എൻ്റെ ഖുതുബന്റെ തുടക്കത്തിൽ ഉദാഹരണം പറഞ്ഞു. ഒരാളെടുത്ത് നല്ലൊരു കൊട ഉണ്ട്, പക്ഷെ ആ കൊട കയ്യിലുണ്ട് എന്ന് അറിയാതെ മുമ്പ് ഒരു മഴയും കൊണ്ട് ഇങ്ങനെ നടക്കുക. ഒരാളെടുത്ത് അയാൾക്ക് വലിക്കാനുള്ള ഇൻഹീലർ ഉണ്ട്,
അതുണ്ട് എന്ന് മനസ്സിലാക്കാതെ മൂപ്പര് ശ്വാസം കിട്ടാതെ തിങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞ പോലെയാണ് നിസ്കാരം എന്നുള്ള വലിയൊരു സംഭവം നമ്മളെടുത്തുണ്ട്. ആ ഫീച്ചറിന്, അതിന്റെ വ്യത്യസ്തമായ ഫീച്ചറിൽ ഒന്നാണെന്ത്, അതുകൊണ്ട് പടച്ചോൻ തരുന്ന ഗുണങ്ങളിൽ ഒന്നാണെന്ത്, നമ്മളെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ഐശ്വര്യം അത് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. ദുന്യാവിന്റെ ഫസാദുകളെ അത് തടയും, വൽ ആഖിറ പരലോകത്തിന്റെയും. വഹിയ മനാഹത്തുൻ അനിൽ ഇസ്മി, പാപത്തിൽ നിന്ന് വിശ്വാസിയെ തടയും. വദാഫിഅത്തുൻ ലി അദ്വാഇൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ രോഗങ്ങളെ അത് തടയും. വ മത്രദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്, ശരീരത്തിന് വരുന്ന രോഗങ്ങൾ അത് ഇല്ലാതാക്കും. നമുക്ക് അങ്ങനെ നിയത്ത് ഉണ്ടായാലുണ്ടോ? നമ്മുടെ നിയത്ത് എന്താ? ഉസല്ലി സ്വലാത്തുൽ ളുഹർ അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. പ്രിപ്പയർഡ്. അതിന്റെ അർത്ഥം ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിഞ്ഞോളുന്നില്ല. അങ്ങനെ ഒരു നിയത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നേരെ തിരിച്ച് നമ്മള് സ്വഫിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട നിയത്ത് അത്, പടച്ചോനെ ഈ നിസ്കാരം കൊണ്ട് നീ പ്രഖ്യാപിച്ച ഒരുപാട് കാര്യമുണ്ട്, ഇതെന്റെ പരലോകത്ത് ആദ്യമായിട്ട് വിചാരണയ്ക്ക് വരുന്ന കാര്യമാണ്. പടച്ചോനെ ഇതെന്റെ ശരീരത്തിലേക്ക് വരുന്ന രോഗങ്ങളെ തടയുന്ന കാര്യമാണ്, ഇതെന്റെ സാമ്പത്തിക രംഗത്ത് എനിക്ക് വളർച്ച തരുന്ന കാര്യമാണ്. ഇതൊരു സെക്കൻഡിൽ നമുക്ക് ആലോചിച്ചെടുത്ത് അതിലേക്കാണ് നിൽക്കുമ്പോൾ ഓർമ്മയൊന്നും എലിയും പോകില്ല, ഓർമ്മയ്ക്ക് അവിടെ നിൽക്കും. കാരണം എനിക്ക് ഗുണമുള്ള കാര്യമാണ്, ഞാനിത് ശരിക്കും ശ്രദ്ധിച്ച് നിർവഹിച്ചാലേ എനിക്കതിന്റെ ഗുണം കിട്ടൂ എന്ന ബോധ്യത്തോടു കൂടെ പടച്ചോന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അത് വെറും ആംഗ്യങ്ങളായി മാറൂല കേട്ടോ. മറവിയൊക്കെ വരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മറവി വന്നിട്ടില്ലേ? അതുകൊണ്ടാണ് സഹവിന്റെ സുജൂദ് നമ്മൾ പഠിച്ച്. പക്ഷേ എല്ലാ വക്തും എല്ലാ നിസ്കാരവും കയ്യിൽ നിന്ന് പോകാറുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. എല്ലാ വക്തും എല്ലാ നിസ്കാരവും ഒന്നും ഒരു മിനിറ്റ് പോലും അതിന്റെ പ്രാർത്ഥനകളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അവർക്കുള്ള പരിഹാരമാണ് അല്ലേ? നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധമാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന 33 പരിഹാരങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ മെമ്പറിൽ. അത് എന്താ? അതിലൊന്നാണെന്ത്? നിസ്കാരത്തിനാണ് നിൽക്കുമ്പോൾ ഓർക്കുക. എന്താ അത്? എൻ്റെ ദുന്യാവിന്റെ നേട്ടങ്ങൾ, പരലോകത്തിന്റെ നേട്ടങ്ങൾ. അത് എനിക്ക് ദുന്യാവിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ, പരലോകത്തു നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ. അതെനിക്ക് പാപങ്ങളിൽ നിന്നുള്ള മോചനം, അതെനിക്ക് ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്നുള്ള മോചനം. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശരീരത്തിലേക്ക് വരുന്ന ശാരീരിക രോഗങ്ങളുടെ മോചനം. ഇതൊക്കെയാണ് എന്ന് ചിന്തിക്കുക. ഓ മുനവ്വിറത്തുൽ ലിൽ ഖൽബ്, ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ഓ മുബയ്യളത്തുൽ ലിൽ വജ്ഹ്, എന്റെ മുഖത്തിന് വെളിച്ചം പകരുന്നതാണ്. ഓ മുൻശിത്തത്തുൽ ലിൽ ജവാരിഹ് വൻ നഫ്സ്, എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് മനസ്സിന് ഉണർവ് നൽകുന്നതാണ്. വജാലിയത്തുൽ ലിർറിസ്ഖ്, എനിക്ക് എന്റെ വരുമാനം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഇതൊക്കെയാണ് നിസ്കാരം. ആയുസ്സിൽ എത്ര വക്ത് നമ്മൾ നിസ്കരിച്ചു? ഏതെങ്കിലും ഒരു വക്തിന് മുമ്പ് ഇങ്ങനെ ആലോചിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലേ? ഏതെങ്കിലും ഒരു വക്തിന് മുമ്പ് നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ? സഹോദരന്മാരെ, ശുഐബ് അലൈഹി ഇസ്ലാമയോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞ കംപ്ലൈന്റ് എന്താ? ശുഐബ് അലൈഹി ഇസ്ലാം തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോ ജനങ്ങളെതിരായി. തൗഹീദ് പറയാൻ തുടങ്ങി അങ്ങനെയാണ്, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞാൽ അതെങ്ങനെ ജനതയുടെ കാലിന്റെ ചോട്ടിൽ കിടന്ന് പറഞ്ഞാലും വഹീന്റെ പ്രവാചകനാ പറയണത്. ഒരു നബി പോലും ഒരു നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടാത്തതില്ല എന്നാണ്. ഹിജറ പോകാത്തൊരു നബി ഇല്ല. അതവരെ ശൈലി വയച്ചുകൊണ്ടൊന്നല്ല, വിഷയം അതിന്റെ മർമ്മത്തിലേക്ക് എത്തിക്കൊള്ളുമ്പോ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകും. അസ്വസ്ഥതക്ക് മുന്നിൽ വളരെ ശാന്തമായി നിൽക്കണം അല്ലേ? അവരെ പോലെ അതേ ഭാഷയിൽ പറയല്ല, അവരെ പോലെ അതേ ശൈലി സ്വീകരിക്കല്ല, വളരെ ശാന്തമായി പറയണം. ശുഐബ് അലൈഹി ഇസ്ലാമിയുടെ ജനത ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ അദ്ദേഹത്തോട് എന്ന് പറഞ്ഞ കംപ്ലൈന്റ് കേട്ടോ. യാ ശുഐബ്, ഓ ശുഐബേ, ഞങ്ങളുടെ കാരണവന്മാരായി ആരാധിച്ചു വരുന്ന ദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കണം നിന്റെ നിസ്കാരാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഞങ്ങളെ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യണേന് നീ തടയാണ്. ഞങ്ങളെ പൈസ അല്ലേ, ഞങ്ങളതാ പൈസ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റൂല. നീ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, അങ്ങനെയാക്കരുത്, ഇങ്ങനെയാക്കരുത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയാ? ഖൗമി, എന്താണ് ആ മറുപടിയുടെ ശാന്തത? അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി, നിങ്ങൾക്കറിയില്ലേ എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തുനിന്ന് ഒരു വെളിച്ചം കിട്ടുന്നുണ്ട്. ഞാൻ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പറയണത്, അല്ലാതെ എനിക്ക് തോന്നിയതല്ല. എന്നിട്ട് വറസഖനി മിൻഹു റിസ്ഖൻ ഹസനാ, അതിൽ നിന്ന്, ആ നിസ്കാരത്തിൽ നിന്നാണ് എന്റെ ഉപജീവനം നടന്നുകൊണ്ട്. ഞാൻ നിസ്കരിക്കണോണ്ടാ എനിക്ക് തിന്നാൻ കിട്ടുന്നത്. എന്റെ നിസ്കാരാണ് എനിക്ക് ഭക്ഷണത്തെ എത്തിച്ചു തരുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. മനസ്സിലായില്ലേ? അപ്പോ നിസ്കാരത്തിന് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ പോലും വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വീണ്ടും തുടരാ, വകൈഫ ലാ തകൂനു സ്വലാത്തു ജാലിയത്തുൽ ലിർസ്ഖി,
എങ്ങനെ ഭക്ഷണത്തെ അത് നമുക്ക് കൊണ്ടുവന്ന് തരാതിരിക്കും, വരുമാനത്തെ അത് എങ്ങനെ സ്വാധീനിക്കാതിരിക്കും. എന്നിട്ട് പറയാം, അള്ളാഹനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹ് വഴി ഉണ്ടാക്കി കൊടുക്കും. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയും ചെയ്യും. ഇസ്തിഗ്ഫാറിനും നമസ്കാരത്തിനൊക്കെ അങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ജീവിതത്തിലെ മനോഹരമായൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു യാത്രയിലാണ്. അങ്ങനെ ഒരു പള്ളി കയറി, ദഖല മസ്ജിദൻ അറാദൽ മബീത ഫീഹ, ഒരു പള്ളിയിൽ കയറി അവിടെ രാത്രി താമസിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പള്ളി കമ്മിറ്റി ഫമനാഹുൽ ഖൗം, പള്ളി കമ്മിറ്റി പറ്റൂല, ഇവിടെ താമസിക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ടാവും ചില പള്ളി കമ്മിറ്റിയൊക്കെ അല്ലേ. നമ്മളാജാതി പള്ളി കമ്മിറ്റി ഏതായാലും ആകണ്ട, പള്ളിയിൽ താമസിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് വേറെ ചോദ്യമായിരിക്കും. പക്ഷേ രാത്രി ഒരു ഇടം ചോദിക്കുന്നവന് ഒരു ഇടം കാണിച്ചു കൊടുക്കൽ ഫർളാണ്. അവന്റെ വേഷത്തുനിന്നും അവന്റെ രീതിയിൽ നിന്നും അതിനെടുക്കാൻ പറ്റൂല കേട്ടോ. കടപ്പുറത്ത് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്, കഥയാണേ, ചരിത്രമല്ല. കടപ്പുറത്ത് കുട്ടികളെയും കൊണ്ട് കളിക്കുകയാണ് ഒരു ഭാര്യയും ഭർത്താവും. അപ്പൊ ഒരു വയസ്സായ ഒരു സ്ത്രീ വന്നപ്പോ കുട്ടികളോട് പറഞ്ഞു അയാൾ ആ അമ്മന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഇങ്ങനെ ആ കുട്ടികളെ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ അച്ഛനമ്മയും വിലക്കിയതല്ലേ. അപ്പോൾ കുട്ടികൾ പോയില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അറിഞ്ഞത് അവർ ഈ കടപ്പുറത്ത് ഇങ്ങനെ പൊറുക്കണത് എന്താണ്, ഇതേപോലത്തെ ചെറിയ കുട്ടികൾ വരുമ്പോൾ അവരെ കാലിൽ തറക്കാൻ സാധ്യതയുള്ളതും മറ്റൊക്കെ ഇങ്ങനെ പൊറുക്കി വൃത്തിയാക്കി കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. വേഷത്ത് നിന്ന് ആളെ തീരുമാനാക്കിയതാണ് അല്ലേ. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പള്ളിയിൽ കയറി ചെന്നപ്പോ പള്ളി കമ്മിറ്റി പറഞ്ഞു ഇവിടെ താമസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഞാൻ ഇമാം അഹ്മദ് ആണെന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം നേരെ അപ്പുറത്തൊരു കടത്തിണ്ണയിലേക്ക് പോയി. ഫജലസ ഇൻദ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ ഡോറിനോട് ചേർന്നിട്ട് അദ്ദേഹം ഇരുന്നു. ഫറഅഹു ഖബ്ബാസുൻ, അപ്പോ ഒരു റൊട്ടി കച്ചവടക്കാരൻ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫഅഖദഹു ഇലാ ബൈതിഹി, സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേ. ഖാല അഹ്മദ് അദ്ദേഹത്തോട് ചോദിച്ചു, ഫറഅയ്തുൽ ഖബ്ബാസ് യുക്തിറു മിനൽ ഇസ്തിഗ്ഫാർ വഹു യഅ്ജിൻ, അയാളിങ്ങനെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോ അസ്തഗ്ഫിറുല്ലാ എന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. മാവ് കുഴക്കണ സ്ഥലത്തുനിന്ന് ഇപ്പുറത്തിരുന്ന് ഇമാം അഹ്മദ് ഇത് കാണുകയാണ്. ഫഖുൽതുഹു, ഞാൻ അയാളോട് ചോദിച്ചു, മാ വജദ്ത മിൻ ബറകത്തിൽ ഇസ്തിഗ്ഫാർ, നീ ഇസ്തിഗ്ഫാറിന് കാണുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യ, നിങ്ങൾ ഇസ്തിഗ്ഫാറിന് കാണുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനും ഈ ഖബ്ബാസിനും മനസ്സിലായിട്ടില്ല ഇയാളെ ഇമാം അഹ്മദ് ആണെന്നൊന്നും മനസ്സിലായിട്ടില്ല. വല്ലാഹി മാ ദഅഉതു ദഅവതൻ ഇല്ലാ ഉജീബത്, ഞാൻ എന്തൊക്കെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും പടച്ചോൻ അത് കേൾക്കലുണ്ട്. അത് ഞാൻ അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ പറയുന്നുണ്ടാ. എന്നിട്ട് അദ്ദേഹം ബാക്കി തുടർന്നു, ഇല്ല വാഹിദ, ഒന്നു മാത്രം എനിക്ക് പടച്ചോൻ തന്നിട്ടില്ല, അതെന്താ? ഒമാഹിയ, അതെന്താന്ന് ചോദിച്ചപ്പോ അൻ അറൽ ഇമാം അഹ്മദ, ഞാൻ ഇമാം അഹ്മദിനെ കാണണമെന്ന് കുറെ കാലമായി പടച്ചോനോട് പ്രാർത്ഥിക്കണം. എനിക്ക് പടച്ചോൻ അത് തന്നിട്ടില്ല. അല്ലാത്തതൊക്കെ എനിക്ക് കിട്ടി, ഇതെനിക്ക് കിട്ടിയില്ല. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അൻ അഹ്മദ്, ഞാൻ ഇമാം അഹ്മദാണ്. വല്ലാഹി ഇന്നി ജുറിർതു ഇലൈക ജറ, എന്നെ അള്ളാഹുവിന്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടതാണ്. സഹോദരന്മാരെ, പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇസ്തിഗ്ഫാറും തോബയും നമസ്കാരവും ജീവിതത്തിലെ സൂക്ഷ്മതയ്ക്ക് സൂക്ഷ്മത പാലിക്കണവൻ അള്ളാഹു ഒരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും. സൂക്ഷ്മത പാലിക്കുന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ 3 മനുഷ്യന്മാര് അവര് എന്ത് ചെയ്യാണ്, അവര് യാത്ര പോവാണ് കേട്ടോ. 3 പണ്ഡിതന്മാരിലേക്ക് ചേർത്തുകൊണ്ടും ഈ ചരിത്രം പറയപ്പെട്ടിട്ടുണ്ട്. എന്താ? ദഖലു ബൽദതൻ, അവരൊരു നാട്ടിൽ ചെന്നു. ആ നാട്ടിൽ ചെന്നപ്പോ വഖദ് അവർക്ക് അസ്വാബഹുൽ ജൂ, അവർക്ക് വിശപ്പ് വന്നു. വകാനു യസ്തഹിയൂന അൻ യസ്അലു നാസ, ജനങ്ങളോട് ചോദിക്കാൻ അവർക്ക് വിഷമായിരുന്നു. ഫദഖലു മസ്ജിദൻ, ഒരു പള്ളിയിൽ കയറി. ഫസല്ലു റകഅതൈനി, അവർ 2 റകഅത്ത് നിസ്കരിച്ചു. ഫവ്വളു അംറഹും ഇലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു. പടച്ചോനെ, വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്, മനുഷ്യന്മാരോട് ചോദിക്കാൻ ഞങ്ങൾക്ക് വലിയ മടിയാണ്, ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു? ഫറഅ മലികു തിൽകൽ ബൽദ, ആ രാജ്യത്തെ രാജാവ് ഫി മനാമിഹി, സ്വപ്നത്തിൽ കണ്ടു. എന്താണ്? അദ്രിക് ഇബാദി അസ്സാലിഹീൻ ഫഖദ് ജാഉ ഫി ബലദിക്, നിന്റെ നാട്ടിൽ വിശന്നു വലഞ്ഞു പ്രവേശിച്ച ആ മനുഷ്യരെ കണ്ടെത്തി അവർക്ക് കൊടുക്ക്. ഫഫസ്അൽ മലിക് മിൻ നൗമിഹി, ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. അമറ ബിത്ത്ആമി വൽ മാൽ, അവർക്ക് ത്വആം, ഭക്ഷണവും അതുപോലെ തന്നെ സമ്പാദ്യവും കൊടുക്കാൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട്
എന്നിട്ട് പറയണ ഹാദാ ബിസബബി റകഅതൈനി സല്ലൈതുമുഹ, അവർ നിസ്കരിച്ച 2 റകഅത്ത് നിസ്കാരമാണത്. വതവക്കുലിക്കും അലല്ലാഹ്, അവരുടെ തവക്കുലുമാണത് എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ചരിത്രങ്ങളെ പറ്റി പൊതുവെ പണ്ഡിതന്മാർ പറയാറ് എന്താണെന്നറിയോ? ഇത്തരം ചരിത്രങ്ങളെ പറ്റി പൊതുവെ പണ്ഡിതന്മാർ പറയാറ് അതിന്റെ അക്ഷരത്തിൽ നിന്നല്ല നമ്മൾ എടുക്കേണ്ടത്, അതിന്റെ ആശയത്തിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് വിശന്നാൽ വിശപ്പ് തീരാനുള്ള വഴികൾ സ്വീകരിക്കണം. അവരെ തവക്കുൽ അത്രയും വലിയ ശക്തമാണ്. അത്രയും തവക്കുൽ ശക്തിയുള്ള ആളുകൾ അവരെന്ത് ചെയ്തു? തവക്കുലാക്കിയപ്പോ പടച്ചോനാണ് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉൾക്കൊണ്ട പാഠം ഇതാണ്. നമ്മളെ നമസ്കാരം ഒന്നുകൂടി ശരിയാക്കാണ്ട് അല്ലേ? നിസ്കാര പാൻ്റൊക്കെ നേരിയേണ്ട തായകൻ ഇട്ടിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോ അദ്ദേഹത്തെ എടുത്തു പൊക്കാൻ വന്ന ആളുകളോട് അദ്ദേഹം നിങ്ങളെ പാൻറ് പൊക്കുന്ന പറഞ്ഞത് ചെറിയ കാര്യമാണ്. ഇതൊക്കെ എത്ര വലിയ വിഷയാക്കണോ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ചെറിയ കുറച്ച് കാര്യമുണ്ട്. മനുഷ്യന്റെ തലച്ചോറിന് പെട്ടെന്ന് അത് കൺവീൻസിങ് ആവില്ല. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? അത് അപ്പടി സ്വീകരിക്കണം. കൺവീൻസിങ് ആകണം 100 കണക്കിന് കാര്യമുണ്ട്. ശാസ്ത്രം കൊണ്ട്, ചരിത്രം കൊണ്ട്, ഗവേഷണം കൊണ്ട്. അത് കൺവീൻസിങ് ആയതുകൊണ്ട് ഇതെനിക്ക് കൺവീൻസിങ് ആകാത്തതാണ്, ഇതെനിക്ക് ബോധ്യപ്പെടാത്തതാണ്, ഞാനത് സ്വീകരിച്ചോളാം, പടച്ചോൻ പറഞ്ഞതാണ് എന്ന നിലക്ക് എടുക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്ന് സ്വീകരിക്കും.